മത്ത കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ല എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. പക്ഷേ മത്ത മട്ടുപ്പാവിൽ കുത്തിയാൽ മത്തങ്ങ ഉണ്ടാവാം. അതിനുള്ള ഒരു പരിശ്രമമാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിനൊരു കാരണമുണ്ട്. എനിക്ക് ഒരുപാട് സ്ഥലമില്ല. ഉള്ള സ്ഥലത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഞാൻ രാവിലെ കുഴിച്ചിട്ടാൽ രാത്രി തുരപ്പൻ ഈ പറഞ്ഞ വലിയ എലി അവൻ മറിച്ചിടും. പിറ്റേ ദിവസം രാവിലെ ഞാൻ കുഴിച്ചിടണം. അപ്പോൾ ഞങ്ങൾ മത്സരിച്ച് മത്ത ചീഞ്ഞു പോകാറാണ് പതിവ്. അങ്ങനെ എന്നാൽ മത്തത്തൈ വാങ്ങിക്കൊണ്ടുവന്ന് രണ്ടാമത് വാങ്ങിക്കൊണ്ടുവന്ന തൈ ഒരു ചട്ടിയിൽ പാകി നിർത്തി 2 ചുവട് 4 തൈ അങ്ങനെ അത് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ 2 ബക്കറ്റിൽ അതിനെ മട്ടുപ്പാവിൽ തന്നെ കൃഷി ചെയ്യാമെന്നുള്ള ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള ഉത്സാഹമാണ്. മറ്റൊന്നിനുമല്ല, മത്തങ്ങ ഉണ്ടായില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് ഇലക്കറികൾ നിർബന്ധമാണ്. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം മാക്സിമം ഞാൻ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയത് എന്ന് പറയുമ്പോൾ അതിനകത്ത് അരിയും പെടും. അരിയും അതുപോലെ മൈദ ചേർത്ത ബേക്കറി സാധനങ്ങളും മുഴുവനും അങ്ങോട്ട് ഞാൻ ഒഴിവാക്കുകയാണ്. അതിന് പകരം അല്പം ഗോതമ്പാവാം, പഴം, പച്ചക്കറി, മറ്റു കാര്യങ്ങളൊക്കെ ആവാം. പഴത്തിലും പച്ചക്കറികളിലുമൊക്കെ കാർബോഹൈഡ്രേറ്റ് അനവധിയുണ്ട്. പക്ഷേ ഈ അരിയിലും അതുപോലെ മറ്റ് ബേക്കറി സാധനങ്ങളിലുമുള്ള കാർബോഹൈഡ്രേറ്റുകളും അതുപോലെ പച്ചക്കറികളിൽ ചില ഐറ്റംസിൽ ഒരുപാട് കാർബോഹൈഡ്രേറ്റ് ഉള്ളതിനൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ശരീരത്തിന് എന്താണ് വേണ്ടത് എന്ന് ഞാൻ ഒരുപാട് ടെസ്റ്റ് ചെയ്ത് എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു മെഡിക്കൽ ടീമിൻ്റെ തന്നെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ എൻ്റെ ജീവിത രീതി. അപ്പോൾ ഇലക്കറികൾ നിർബന്ധമാണ്. ഇലക്കറികൾ എല്ലാ ഇലക്കറികളും എനിക്ക് കഴിക്കാനും കഴിയില്ല. അപ്പോൾ മത്ത ഇല, കുമ്പളത്തിൻ്റെ ഇല, ചീര ഇല, അതുപോലെ ചുരക്കയുടെ ഇല ഇതൊക്കെ എനിക്ക് കഴിക്കാം. അപ്പോൾ ഇലക്കറികൾ നിർബന്ധമാണ്. മുരിങ്ങയുടെ ഇല, മുരിങ്ങയുമൊക്കെ അതുകൊണ്ടാണ് നട്ട് പരിപാലിക്കാൻ തീരുമാനിക്കുന്നത്. മുരിങ്ങയൊക്കെ ഉണ്ടായിരുന്നത് പോയി. ഇനി അങ്ങോട്ട് ഒരു പുതിയ ജീവിത രീതിയാണ്. അങ്ങനെ മത്ത വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അവനെ ഇന്ന് തന്നെ ബക്കറ്റിൽ സ്ഥാപിച്ച് വാർക്കയുടെ മുകളിൽ നട്ടിട്ട് പരിപാലിക്കാൻ തുടങ്ങുകയാണ്. 2 ബക്കറ്റ് എടുത്ത് അതിൻ്റെ അടിവശവും അടിയിലെ സൈഡ് വശവും 2 ഇഞ്ച് വനത്തിൽ 2 ഇഞ്ച് വീതിയിൽ അതുപോലെ 1.5 ഇഞ്ച് നീളത്തിലും ഞാനത് കട്ട് ചെയ്ത് ഭംഗിയാക്കി തുളച്ചെടുക്കുകയാണ്. മട്ടുപ്പാവിൽ അനേകം കൃഷികൾ ഉണ്ടായിരുന്നതാണ് എനിക്ക്. പച്ചക്കറി കൃഷിയും അതുപോലെ ഫ്രൂട്ട്സുകളും എന്ത് വേണ്ട ഫ്ലവർ എല്ലാം നിറച്ച് വാർക്കപ്പുറത്തും വീടിൻ്റെ അകത്തുമൊക്കെ ചെടികളുണ്ടായിരുന്നതാണ്. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ വാർക്കയുടെ അടിക്ക് നനവ് വന്നതുകൊണ്ട് എല്ലാ പരിപാടിയും മട്ടുപ്പാവിൽ നിന്ന് ഒഴിവാക്കിയിട്ട് വാർക്കയുടെ പുറം മുഴുവൻ 1.5 ലക്ഷം രൂപ മുടക്കി വാട്ടർ പ്രൂഫിംഗ് നടത്തിയതാണ് കമ്പനി ഗ്യാരണ്ടിയോടുകൂടി. ആ വാട്ടർ പ്രൂഫിംഗ് നടത്തിയ വാർക്കയുടെ മുകളിലേക്കാണ് വീണ്ടും ഞാൻ ഈ മത്ത കുത്താൻ പോകുന്നത്. കാരണം നിരത്ത് നടാൻ നിവൃത്തിയില്ല. അപ്പോൾ പിന്നെ ഇല ആവശ്യമുണ്ട് താനും. ഇലക്കറികളും പച്ചക്കറികളുമൊക്കെ വാങ്ങി കഴിക്കുന്നതിൽ ഭയങ്കരമായ വിഷവും എന്തു ചെയ്താലും കഴിയാലും പോകാത്ത സാധനങ്ങളുമാണ്. തന്നെയുമല്ല, നമുക്കൊരു നേരം പോക്കുണ്ട്. അപ്പോൾ പിന്നെ അത് പറിച്ചെടുക്കുകയും അല്ലെങ്കിൽ വേവിച്ച് കഴിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണല്ലോ നമുക്ക് ലഭിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും മട്ടുപ്പാവിലേക്ക് ഞാൻ കൃഷിക്കിറങ്ങുന്നത്. മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നവർ യഥേഷ്ടമുണ്ട്. വലിയ ഡ്രമ്മിലുമൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ആ ഡ്രമ്മായാലും ഗ്രോ ബാഗായാലും ഇതുപോലത്തെ പെയിൻറ്റ് ടിന്നുകളായാലും നമ്മൾ വാർക്കയുടെ പുറത്ത് നിലത്ത് പതിച്ചു വയ്ക്കരുത്. ഞാൻ ആദ്യകാലത്തൊക്കെ ഒരു ഓട് വച്ചിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷേ എന്നിട്ടും ഗ്രോ ബാഗ് വെച്ചപ്പോൾ അതിൻ്റെ അടിയെ എറുത്തും പിടിച്ച് പയറി പിടിച്ച് അവിടെ എപ്പോഴും വെള്ളം കെട്ടിക്കിടന്ന് വാർക്കയ്ക്ക് അടി ലീക്കായി തുടങ്ങിയായിരുന്നു. അതിനുശേഷമാണ് ഒഴിവാക്കിയത്. പക്ഷേ ഇപ്പോൾ ഞാൻ 2 ഈ മത്തത്തൈ മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി മട്ടുപ്പാവ് കൃഷി ചെയ്യാൻ ഉദ്ദേശമുണ്ട്. പക്ഷേ ആംഗ്ലർ കൊണ്ട് നമ്മൾ ഓരോരോ സ്റ്റാൻഡുകൾ ഉണ്ടാക്കി അതിൻ്റെ മുകളിലാണ് ടിന്നും ഗ്രോ ബാഗും ഒക്കെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. തന്നെ വല്ല ഗ്രോ ബാഗൊക്കെ 1 വർഷം 1.5 വർഷം കഴിയുമ്പോഴേക്കും പൊട്ടിപ്പോവുകയാണ്. നല്ല കൊച്ചു കൊച്ചു ഡ്രമ്മുകൾ തന്നെയാണ് എപ്പോഴും മട്ടുപ്പാവ് കൃഷിക്ക് നല്ലത്. അങ്ങനെ എന്തായാലും മട്ടുപ്പാവ് കൃഷി 2 കൊല്ലത്തിന് ശേഷം വീണ്ടും ആരംഭിക്കാൻ തീരുമാനിച്ചു. എൻ്റെ വാർക്കപ്പുറത്തുണ്ടാകുന്ന സ്ട്രോബെറി തൈകൾ വിറ്റ് 15,000 രൂപയോളം എനിക്ക് വരുമാനം കിട്ടിയിട്ടുണ്ട്. അത്രമാത്രം സ്ട്രോബെറി കായ്ക്കുന്ന തൈകൾ ഞാൻ ഉണ്ടാക്കി എന്ന് വേണ്ട ഒരുപാട് ചെടികൾ വിറ്റ് അനവധി കാശുകൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം ഇടക്കാലം കൊണ്ട് നിന്നുപോയി എന്ന് പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവയൊക്കെ വീണ്ടും പുനഃസ്ഥാപിച്ച്
ഏകദേശം 2 മാസത്തോളം അടുക്കുകയാണ്. ചുറ്റുവട്ടങ്ങളൊക്കെ എല്ലാം കാട് വെട്ടി തെളിച്ചും എല്ലാം റെഡിയാക്കി. ആട്, കോഴി, താറാവുകളൊക്കെ വന്നു. ആട് വന്നിട്ടില്ല, കോഴിയും താറാവും വന്നു. ആട് വരാൻ പോകുന്നു. ഇങ്ങനത്തെ പരിപാടികളിലേക്കൊക്കെ ഇറങ്ങി തിരിച്ചേക്കുകയാണ്. കാരണം റിട്ടയർ ആയി കഴിഞ്ഞല്ലോ, സർവീസിൽ നിന്ന് പിരിഞ്ഞപ്പോൾ ഇനിയാണ് ജീവിക്കാൻ തുടങ്ങുന്നത്. ഭാര്യ LLBക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സർവീസിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം. അത് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഭാര്യ ഉള്ളപ്പോൾ ഭാര്യ സഹകരിക്കും, അല്ലാത്തപ്പോൾ ഞാൻ ഒറ്റയ്ക്കും. ഇടയ്ക്ക് മക്കളെ സഹായിക്കാനായി ഷോപ്പിലേക്കും പോകും. ഒരു സമയവും നമ്മൾ പകൽ വെറുതെ ഇരിക്കേണ്ട. വൈകുന്നേരം ഒരു 7 മണിയോടുകൂടി വിശ്രമവും അതുപോലെ ഉച്ചയ്ക്ക് ഒരു അരമണിക്കൂർ മയക്കവും ഒക്കെയാണ് ജീവിത രീതിയുടെ ഒരു പ്രത്യേകത. അതിനെക്കുറിച്ച് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വിശദമായി ഞാൻ പറയുന്നതാണ്. ഒരു ഹോം ടൂർ പോലെ ഒരു ജീവിതചര്യയെക്കുറിച്ചുള്ളൊരു വീഡിയോ അതിനുശേഷം ഇടയ്ക്ക് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ ജീവിത രീതി ഞാൻ എപ്പോഴും പറയുന്നു, നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുക, അതല്ലാതെ നമ്മൾ ഉറച്ചിരുന്നാൽ ഒഴുകിപ്പോവും. ചലിച്ചിരുന്നാൽ പിടിച്ചു നിൽക്കാം എന്നൊരു വലിയ മഹാൻ്റെ വാക്കുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് കഴിയാവുന്ന നമ്മളുടെ ആരോഗ്യത്തിനും നമ്മുടെ സൗകര്യങ്ങൾക്കും അനുസരിച്ച് നമുക്ക് ചെയ്യാവുന്ന പണികൾ നിത്യവും രാവിലെ ഇറങ്ങിത്തിരിച്ച് ചെയ്യുക. അതിനുശേഷം വിശ്രമം, അതിനുശേഷം നമ്മൾ വിനോദത്തിലേർപ്പെടുക, അതുപോലെ പുലർകാലത്ത് വ്യായാമത്തിലേർപ്പെടുക. അത്യാവശ്യം നമ്മൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ കിട്ടുന്ന വിനോദങ്ങളിൽ നിർബന്ധമായും നിങ്ങളുടെ ജീവിത രീതിയിൽ അവലംബിച്ച് പോകണം. പ്രത്യേകിച്ചും പ്രായമൊക്കെ 50 കഴിഞ്ഞവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ നടത്തേണ്ടത് നല്ലതാണ്. കാരണം നമ്മുടെ ഏത് ആന്തരിക അവയവങ്ങൾക്കാണോ കേടുപാടുകളുള്ളത് എന്ന് ഒന്ന് അറിഞ്ഞിരുന്നാൽ വലിയ വലിയ അസുഖങ്ങളാകുന്നതിന് മുമ്പ് കണ്ടാൽ, ഇനിയിപ്പോൾ അത് ക്യാൻസറായാൽ പോലും എന്തസുഖമായാൽ പോലും ഇന്നത്തെ കാലത്ത് അതിന് എല്ലാ മരുന്നുകളും അതുപോലെ ജീവിത രീതിയിൽ അത് മാറ്റിയെടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ക്യാൻസർ ആണെങ്കിൽ നിങ്ങൾ ഓപ്പറേഷൻ കൂടാതെ ഏത് ക്യാൻസറും മാറ്റിയെടുക്കാവുന്ന പുതിയ സംവിധാനങ്ങൾ ഇന്ന് ആയുർവേദമൊന്നുമല്ല, അതല്ലാതെ ജീവിത രീതി കൊണ്ട് മാറ്റാവുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള മറുപടി വാട്സാപ്പിലൂടെയോ ഒക്കെ നമുക്ക് നൽകാവുന്നതാണ്. ഞാൻ അതിനെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് വാക്കുകൾ പറയാനുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പോകുന്നില്ല. ഞാൻ അങ്ങനെ 2 പെയിൻറ്റ് ടിന്ന് 20 ലിറ്ററിൻ്റെ പെയിൻറ്റ് ടിന്ന് അടിയും സൈഡിലും താഴ്ഭാഗത്തായി തുളച്ചതിന് ശേഷം അതിനകത്ത് കുറച്ച് പഴയ കോഴിക്കാഷ്ടം അല്ലാത്ത ആട്ടിൻകാഷ്ടം കിടന്നത് വാരി നിറച്ച് അടിവളമായിട്ട് അതിന് കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. അതിക്ക് മുന്നേ ഞാൻ കുറച്ച് ഓടും കഷ്ണമൊക്കെ തല്ലിപ്പൊടിച്ച് ഇട്ടിക്കുന്നത് നിങ്ങൾ കണ്ടിരുന്നു. ഏത് ചെടി നടുമ്പോഴും അകത്ത് നമ്മൾ നല്ല കനത്തിന് നന്നായിട്ട് ഒരു ലെയർ നമ്മൾ ഓടോ ഇഷ്ടികയോ അല്ലെങ്കിൽ മറ്റുള്ള മണ്ണ് കൊണ്ടുണ്ടാക്കിയ അതിൻ്റെ എന്തെങ്കിലും ചട്ടിയുടെയോ കഷ്ണങ്ങളോ ഒക്കെ ഇട്ട് നിറയ്ക്കണം. എന്നിട്ട് വേണം അടിവളമായിട്ട് നമ്മൾ ഇതിട്ട് കൊടുക്കാൻ. അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാൻ ഓരോ ഓർഡറിൽ കാണിച്ചു തരാം. ഇതിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഓടിൻ്റെ കഷ്ണങ്ങൾ വച്ചതിന് ശേഷം ഞാൻ ഓടും ചെടിച്ചട്ടിയുടെ കഷ്ണങ്ങളുമാണ് വച്ചത്. പൊട്ടിക്കിടന്നത് നമുക്ക് ഒഴിവാകുകയും ചെയ്യും. അങ്ങനെ അതെല്ലാം നിറച്ച് പകുതിക്ക് താഴെ ഒരു 6 സെൻറ്റിമീറ്റർ കനത്തിൽ അടിവളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നമ്മൾ മുകളിലേക്ക് എത്തിക്കണം. ഇത് ബക്കറ്റെല്ലാം നിറച്ച് ചെടിയൊക്കെ നട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് പൊക്കിക്കൊണ്ട് പോകാൻ വല്ലാത്ത പാടാണ്. അപ്പോൾ ഞാനിത് ചെയ്യാൻ വേണ്ടിയിട്ട് അതത്രയും നിറച്ച് വച്ചതിന് ശേഷം, അടിവളം നിറച്ച് വെച്ചതിന് ശേഷം മുകളിലെ മട്ടുപ്പാവിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് വാട്ടർ ടാങ്കിലേക്ക് കയറുന്ന കോണിയെടുത്ത് താഴേക്ക് ഇറക്കുകയാണ്. അപ്പോൾ ഭാര്യ ഓടി വന്ന് ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് മീൻ നന്നാക്കിക്കൊണ്ടിരുന്നിടത്ത് നിന്ന് ഓടി വന്ന് ഭാര്യയെയും സഹായിക്കുകയാണ്. അങ്ങനെ ആ ആട്ടുംകാഷ്ടം 6 ഇഞ്ച് കനത്തിൽ നിറച്ച ഓടും കഷ്ടത്തിൻ്റെ മുകളിൽ 6 ഇഞ്ച് കനത്തിന് ആട്ടുംകാഷ്ടം പൊടിഞ്ഞത് നിറച്ചത് ഓരോന്നായി ഞങ്ങളെടുത്ത് മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമത്തിലാണ്. മട്ടുപ്പാവ് കൃഷിയെക്കുറിച്ച് പ്രത്യേകിച്ച് ഓരോരുത്തരോടും പ്രത്യേകിച്ച് പറയേണ്ടത്, പലരും പല തരത്തിലുള്ള രീതികൾ അവലംബിക്കാറുണ്ട്. പക്ഷേ എൻ്റെ രീതി എന്ന് പറഞ്ഞാൽ മുതൽ മുടക്കില്ലാത്ത തരത്തിൽ നമുക്ക് ഇലക്കറികൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പച്ചക്കറികൾ ഉണ്ടാക്കാമെന്നുള്ള ഒരു രീതിയാണ് ഞാൻ അവലംബിക്കുന്നത്. 2 ബക്കറ്റ് നിറച്ച് 2 ബക്കറ്റിലാണ് ഇന്ന് 4 ചുവട് മത്തത്തൈ നടുന്നത്. മട്ടുപ്പാവിൽ മത്തം കുത്തിയാൽ മത്തങ്ങ ഉണ്ടാവുകയോ എന്ന് പരീക്ഷിക്കണമല്ലോ. അങ്ങനെ
2 കൊല്ലത്തിന് ശേഷം മട്ടുപ്പാവ് കൃഷിയിലേക്ക് വീണ്ടും ആരംഭിക്കുകയാണ്. വാട്ടർ പ്രൂഫിംഗ് നടത്തിയിട്ട് 3 കൊല്ലമായി. 5 കൊല്ലമാണ് അവരുടെ ഗ്യാരണ്ടി. 10 കൊല്ലം ഗ്യാരണ്ടിയുണ്ട്. 5 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പൈസ കൊടുക്കണം പണിക്ക്. 5 കൊല്ലം വരെ അവർ ഫുൾ ഗ്യാരണ്ടിയാണ്. പക്ഷേ ഇത്തരം വേലകൾ ചെയ്തിട്ട് ലീക്കേജ് വീണ്ടും വന്നാൽ അവർ ഉത്തരവാദിയാവുകയില്ല. പക്ഷേ ഇനി അങ്ങനെ വരാതിരിക്കാനുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത്. ഞാൻ 2 ബക്കറ്റാണ് ചെയ്യുന്നതെങ്കിലും അത് ഞാൻ ഒരു ബീമിൻ്റെ പുറത്ത് ഓട് വച്ചിട്ട് ആ ഓടിൽ നിന്ന് വെള്ളം ലീക്കായി പോകാൻ പാകത്തിനാണ് ചെയ്യുന്നത്. ഇനി മറ്റ് പച്ചക്കറികൾ നടാൻ നേരത്തേക്ക് ഞാൻ ആംഗ്ലെയറിൻ്റെ ചെറിയ സ്റ്റാൻഡുകൾ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ ബക്കറ്റുകളോ അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കൊച്ചു ഡ്രമ്മുകളോ വാങ്ങി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചുറ്റുവട്ടങ്ങളിലെ ചെടികളൊക്കെ ഒരുവിധം ഭംഗിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മട്ടുപ്പാവിലേക്ക് ഇന്ന് തുടക്കമിടുകയാണ്. എന്തായാലും പൂക്കൃഷിയും അതുപോലെ പൂക്കളില്ലാത്ത പച്ചപ്പുള്ള ചെടികളുമൊക്കെ നട്ട് വീടും പരിസരവും ഒരു പൂങ്കാവനമാക്കണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ആഗ്രഹങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ നമ്മുടെ മനസ്സിനും നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ സാമ്പത്തിക സ്രോതസ്സിനും അനുസരിച്ച് വേണമല്ലോ നമ്മൾ ചെയ്യാൻ. ഇതെല്ലാം വച്ചൊരുക്കിയാൽ പോരാ, നിത്യേന എന്നോണം ഇത് പരിപാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോവിഡ് കാലത്തൊക്കെ ആളുകൾ അനേകായിരം ചെടികൾ, അന്ന് ചെടിക്കടകളിലൊക്കെ ഗാർഡനിലൊക്കെ കണ്ടമാനം ചിലവായിരുന്നു. മുഴുവൻ ചെടികളും വിറ്റുപോയി. പുറമേ നിന്ന് കൊണ്ടുവരാനും നിവർത്തിയില്ല, കാരണം എല്ലാം ലോക്ക്ഡൗൺ ആയിരുന്നല്ലോ. പക്ഷേ അന്ന് അനേകം ആളുകൾ വാങ്ങിക്കൂട്ടിയ ചെടികൾ ഇന്ന് ആ മനുഷ്യരുടെയൊക്കെ വീട്ടിൽ ചെന്ന് നോക്കിയാൽ ഒരു വീട്ടിലും ഒരൊറ്റ ചെടി പോലുമില്ല. തന്നെയുമല്ല, ചെടിച്ചട്ടികളും കുറ്റിയും കൊണ്ട് ആകെ വൃത്തികേടായി കിടക്കുന്നുമുണ്ട്. ഒരു ചെടി നമ്മൾ നട്ടാൽ ആ ചെടിയോട് നമുക്ക് ഇഷ്ടം വേണം, നമുക്കതിനോട് മനസ്സ് വേണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ കൃത്യമായി നമ്മുടെ മക്കളെ പരിപാലിക്കുന്നത് പോലെ തന്നെ അവയെയും പരിപാലിച്ചാൽ മാത്രമാണ് അവ വളരുകയും പൂക്കുകയും കായ്ക്കുകയും അതുപോലെ മൂക്കുകയും പഴുക്കുകയും ഒക്കെ ചെയ്യുകയുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഭക്ഷണം എന്ന് കഴിക്കണമുണ്ടോ അതുപോലെ തന്നെ എന്നും അവരുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു പോകണം. അതല്ലാതെ അയൽപക്കത്തെ വീട്ടിലോ മറ്റ് യാത്ര പോകുമ്പോൾ കാണുന്ന ചെടികൾ കണ്ടിട്ട് അതുപോലെ എനിക്കും വേണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ വാശിയോടെ എല്ലാം വാങ്ങിക്കൊണ്ട് വന്ന് വലിയ കാശും മുടക്കി വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങി ഒരാഴ്ച കഴിയുമ്പോഴേക്കും അത് വാടാൻ തുടങ്ങും. തന്നെയുമല്ല, അതിൻ്റെ വളപരിപാലനമോ അതിൻ്റെ കള പറിക്കലോ അതിന് വെള്ളം കൊടുക്കുന്ന അളവുകളോ ഇതൊന്നും നമുക്കറിയില്ല. നമ്മൾ ചെടികൾ നട്ടു വളർത്തേണ്ടത് നമ്മൾ തൈ വാങ്ങുക, അല്ലെങ്കിൽ തൈ ഉണ്ടാക്കി നമ്മുടെ കാലാവസ്ഥയ്ക്ക് നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവയെ വളർത്തി വലുതാക്കി നമ്മുടെ പരിപാലന രീതിയും കൃത്യമായി പാലിച്ചാൽ മാത്രമേ ഈ ചെടികൾക്കും അതുപോലെ നമുക്കും സന്തോഷമുണ്ടാവുകയുള്ളൂ. അതല്ലാതെ ചെടി വാങ്ങിക്കൊണ്ട് വന്ന് വെച്ചു, 4-ാം ദിവസം അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല, ചെടി വാടിപ്പോയി. ആ സങ്കടവും ആ മുടക്കിയ കാശും വേസ്റ്റാവുകയാണ്. അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇത് കാണുകയാണെങ്കിൽ ഈ രീതികൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അവലംബിക്കാം. പലരും യൂട്യൂബിൽ പലതും ചെയ്ത് കാണിക്കുന്നുണ്ട്. പക്ഷേ പലരുടെയും കാഴ്ചകളിലും ഒക്കെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അതിനകത്ത് ചില മറിമായങ്ങൾ നടക്കുന്നുണ്ട്. യഥാർത്ഥ വീഡിയോകൾ തന്നെയാണോ എന്ന് പലരും ശ്രദ്ധിക്കാറുണ്ട്. തന്നെയുമല്ല, അവർക്കൊക്കെ വേലക്കാരും കാശ് മുടക്കാൻ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വേലക്കാർ വരാനില്ല. ആകെ 2 വേലക്കാർ മാത്രമാണുള്ളത്. ഞാനും എൻ്റെ ഭാര്യയുമാണ്. ഭാര്യയും ഞാനും പല രൂപത്തിൽ പല കോലത്തിൽ അങ്ങനെ കഴിയുന്ന തരത്തിൽ ഞങ്ങൾ മണ്ണിനെ ഇളക്കുകയും മാന്തിയും പറിച്ചും കള പറിച്ചും വളമിട്ടും ചെടികൾ നനച്ചും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് വേലക്കാർ ഞങ്ങൾ തന്നെയാണ്. വേലക്കാരെ വച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്കെന്താണ് ഗുണം? ആദായം കിട്ടുമോ? അതുമില്ല. നമുക്ക് കഴിയുന്ന തരത്തിൽ നമ്മുടെ ഉള്ള സൗകര്യങ്ങളിൽ നമ്മൾ ചെയ്തു പോരുക. പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ പച്ചയായ യാഥാർത്ഥ്യങ്ങളെയാണ് എപ്പോഴും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞാൻ എന്തു ചെയ്യുന്നു, ഒന്നും മറച്ചു വയ്ക്കാതെ, ഒന്നും വെച്ചുകെട്ടില്ലാതെ, അഹംഭാവമില്ലാതെ, അഹങ്കാരമില്ലാതെ യാഥാർത്ഥ്യങ്ങളെ തനി പച്ചയായിട്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ രീതി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അവലംബിക്കാം. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ കണ്ടു കഴിഞ്ഞതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പച്ചപ്പാണിൻ്റെ സന്തോഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്തവർ PACHPPANENTE
THOSHAM എന്ന് ഇംഗ്ലീഷിലടിച്ചാൽ, യൂട്യൂബിൽ അടിച്ചാൽ എൻ്റെ ചാനൽ കിട്ടും. അപ്പോൾ അവിടെ സബ്സ്ക്രൈബ് എന്നുള്ള കോളം തെളിഞ്ഞു വരും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ചാനൽ സബ്സ്ക്രൈബ് ആവും. അതിനുശേഷം ആ കൊച്ചു ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് തത്സമയം എത്തിച്ചേരും. അതിനുശേഷം നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം. അതിനും ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്കും മിത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. അതെന്നെ സംബന്ധിച്ച് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം എന്ത് കാര്യങ്ങൾക്കും ഒരു സപ്പോർട്ട് എപ്പോഴും നല്ലതാണ്. നമ്മൾ പ്രസംഗിക്കുന്നവർ മുൻപിൽ വേദിയിൽ ആളുകളില്ലെങ്കിൽ പിന്നെ പ്രസംഗത്തിന് ഒരു ഗൗരവമുണ്ടോ എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഈ വീഡിയോകൾ ഇങ്ങനെ ഇടുമ്പോൾ നിങ്ങൾ പ്രേക്ഷകർ, നല്ലവരായ എൻ്റെ സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർ ഇത് കണ്ട് ആസ്വദിക്കും. അതുപോലെ ആ വർക്കിലേക്ക് ഇറങ്ങിത്തീരും. നിങ്ങൾക്ക് കഴിയാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള കൊച്ചു കൊച്ചു വേലകളിലേക്ക് ഇറങ്ങിത്തിരിക്കും എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അത് എനിക്കും ഒരു ഗുണമാകും, സന്തോഷകരമാകും. അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ പച്ചപ്പാണൻ്റെ സന്തോഷം ഓരോ വീഡിയോകളിലൂടെയും നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇത് തനി നാടനാണ്. പലയിടത്തും നമുക്ക് നാടൻ എന്ന് പറഞ്ഞ് പലയിടത്തും കാണും. എവിടെ ചെന്നാലും നാടൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ വിദേശി എവിടെയാണ് എന്നത് ചോദ്യം ഉദിക്കുന്നുണ്ട്. നാടൻ എന്നൊരു ബോർഡ് വച്ചാൽ മാത്രം നാടനാകില്ല. നാടനായിട്ട് തന്നെ നമ്മൾ പണിയെടുക്കണം. അതുപോലെ നാടൻ തട്ടുകട, നാടൻ ചായക്കട, നാടൻ ഹോട്ടൽ എന്ന് വേണ്ട എല്ലാത്തിനും നാടൻ ബോർഡ് വയ്ക്കാറുണ്ട്. ഇതുപോലെ തന്നെ നാടൻ യൂട്യൂബ് ചാനൽ എന്ന് വേണമെങ്കിൽ എൻ്റെ ചാനലിന് നിങ്ങൾക്ക് പറയാം. ഞാൻ അഹങ്കരിക്കുകയോ അഹംഭാവം കൊണ്ട് പറയുകയല്ല. ഇതിന് കാരണം എൻ്റെ പിതാവ് ഒരു പാരമ്പര്യ കൃഷിക്കാരനായിരുന്നു. എൻ്റെ ഭാര്യയാണെങ്കിൽ ഒരു അധ്യാപകൻ്റെ മകളുമായിരുന്നു. ഞങ്ങൾ രണ്ട് കൾച്ചറിൽ നിന്ന് വന്നവരാണ്. പൊരുത്തപ്പെടാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ പക്ഷേ ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹിതരായവരാണ്. ഞങ്ങൾക്കൊരു മകളുണ്ട്, മീര. അദ്ദേഹത്തെ കല്യാണം കഴിച്ചയച്ചു. അതിനൊരു കുട്ടിയുണ്ട്. അവൻ്റെ പേര് കേൾക്കുമ്പോൾ രസകരമാണ്. ഇനാം എന്നാണ്, അതായത് ഗിഫ്റ്റ് എന്നാണ് അവൻ്റെ പേര്. അവനെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓടി വരും. അവൻ പല വീഡിയോകളിലും എൻ്റെ യൂട്യൂബ് ചാനലിൽ കയറാറുണ്ട്. അവനൊരു മിടുക്കനാണ് എന്ന് ഞാൻ തന്നെ പറയുകയാണ്. കാരണം എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ് ഇപ്പോൾ അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ സഞ്ചാരമാണ്. രാവിലെ ഇറങ്ങും. വെളുപ്പിന് ഞാൻ 5 മണിക്ക് മുമ്പേ ഉണരുമ്പോൾ 5:30 ആകുമ്പോഴേക്കും അദ്ദേഹവും ഉണർന്ന് ഞങ്ങൾ ദിനചര്യകളൊക്കെ കഴിച്ച് വ്യായാമങ്ങളൊക്കെ ചെയ്തിട്ട് അദ്ദേഹവും എൻ്റെ കൂടെ കറങ്ങാൻ പോരും. അങ്ങനെ അദ്ദേഹം എൻ്റെ യൂട്യൂബ് ചാനലിൽ പലപ്പോഴുമുണ്ട്. കഴിഞ്ഞ വീഡിയോയിലും അവനുണ്ട്. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ ഞാൻ ഇന്നത്തെ ആ മട്ടുപ്പാവിൽ കുത്തിക്കഴിഞ്ഞു. കണ്ടില്ലേ, ഓട് വച്ചിട്ട് ആ ബീമിൻ്റെ പുറത്താണ് വച്ചിരിക്കുന്നത്. ഈ 2 മാത്രമാണ് ഈ ഓടിൻ്റെ പുറത്ത് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നത് ആംഗ്ലറിൻ്റെ മുകളിൽ സ്റ്റാൻഡ് ഉണ്ടാക്കി ആ സ്റ്റാൻഡിന് മുകളിൽ ഡ്രമ്മോ കൊച്ചു ബക്കറ്റുകളോ അല്ലെങ്കിൽ ഇത്തരം ബക്കറ്റുകളോ വച്ചിട്ടാണ് ചെയ്യുക. ഈ 2 മത്തയുടെ ഇലയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. മത്തങ്ങ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലത് ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ അത്രമാത്രം സ്നേഹിച്ചാണ് ആ തൈകളെ നടുന്നതും പരിപാലിക്കുന്നതും. തന്നെയുമല്ല, ദിവസവും ഇനി ഇതിൻ്റെ ചുവട്ടിൽ വന്ന് തലോടുകയും അതുപോലെ ഇതിനു വേണ്ടി വെള്ളവും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. വർത്തമാനങ്ങളും പറയും. നമ്മൾ ചെടികളോട് വർത്തമാനം പറയുമ്പോൾ അവ നമ്മോട് പ്രതികരിക്കുന്നുണ്ട്. ചെടികൾ പ്രതികരിക്കുന്നത് നമ്മൾക്ക് കേൾക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആധുനിക ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു. നമ്മൾ മരങ്ങളെ വെട്ടി നശിപ്പിക്കുമ്പോഴും ചെടികളെ നശിപ്പിക്കുമ്പോഴും അവയുടെ കരച്ചിലും അവയെ സ്നേഹിക്കുമ്പോൾ അവ നമ്മോടൊപ്പം ചാഞ്ഞു വരുന്നതിനെക്കുറിച്ചുമൊക്കെ ആധുനിക ശാസ്ത്രം വിവരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒന്നും ഞാനിപ്പോൾ പ്രതിപാദിക്കുന്നില്ല. അതെൻ്റെ വിഷയങ്ങളാണ്. പുരാണവും ശാസ്ത്രവും എന്ന വിഷയം നീണ്ട 27 വർഷമായിട്ട് പഠിക്കുന്ന ഒരാൾ എന്ന നിലയിൽ അത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അതൊക്കെ നമുക്ക് പിന്നീടുള്ള വീഡിയോയിലൂടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കാം. എന്തായാലും 2ാമത്തെ മത്തനും കൂടി അങ്ങനെ ഞാൻ നടുകയാണ്. മട്ടുപ്പാവിൻ്റെ 2 സൈഡിലായിട്ടാണ് നടുന്നത്. അപ്പോൾ ഈ മത്തയുടെ തണ്ട് വളർന്ന് വരുമ്പോൾ ഒരു ബക്കറ്റിലെ തൈനെ ഷീറ്റിൻ്റെ മുകളിലേക്കും ഒരെണ്ണത്തിനെ വാർക്കയുടെ സൈഡിലൂടെ പിടിച്ച് വിട്ട് നമ്മൾ അങ്ങനെ പരിപാലിച്ച് വിട്ടാൽ വെള്ളമൊഴുക്കിന് ഒരു തടസ്സവുമില്ലാത്ത തരത്തിലേക്ക് നമുക്ക് അതിനെ മാറ്റിയെടുക്കാൻ കഴിയും. അങ്ങനെ 2ാമത്തെ മത്തനെയും ഞാൻ മട്ടുപ്പാവിൽ ബക്കറ്റിൽ കുത്തിക്കഴിഞ്ഞു. മത്ത കുത്തിയാൽ കുമ്പളം മുടക്കില്ല എന്നുള്ള പഴഞ്ചൊല്ലിനെ കുറിച്ചൊക്കെ ഞാൻ ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നില്ല. അതെന്തുമാകട്ടെ. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ 6 ഇഞ്ച് ലെയറിൽ
ആട്ടും കാഷ്ടമൊക്കെ പൊടിച്ചാണ് ഇട്ടിരുന്നത്. മുകളിൽ കൊണ്ടുവന്ന മണ്ണുമൊക്കെ കയറ്റിയിരുന്നു. അത് കുറച്ചും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് വളം കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ മുകളിൽ തൈ കമഴ്ത്തി എടുത്തതിന് ശേഷം സംഭവം അനക്കം തട്ടാതെ നട്ടതിന് ശേഷമാണ് ഞാൻ സൈഡിലൂടെ വളവും മണ്ണും നിറച്ച് ശരിയാക്കിയത്. അതിനുശേഷം ഇങ്ങനെ ഓട് വെച്ച് ആ ഓടിൻ്റെ മുകളിലേക്ക് അവനെ എടുത്തു വയ്ക്കുകയാണ്. അപ്പോൾ ആ ബീമിൻ്റെ പുറത്തായതുകൊണ്ട് രണ്ട് സൈഡിലേക്കും വെള്ളം ചാടിപ്പോക്കോളും. വെള്ളം വാർക്കപ്പുറത്ത് വീണ വെള്ളം ഒഴുകി അതിൻ്റെ സൈഡിലൂടെ ഒഴുകി താഴേക്ക് പോയിക്കോളും. അതിനെക്കുറിച്ച് ഞാൻ ഉടൻ തന്നെ നിങ്ങളോട് പറയാം. ഞാൻ ഇതിക്ക് മുമ്പ് മട്ടുപ്പാവിൽ കൃഷി ചെയ്തപ്പോൾ യഥേഷ്ടം വെള്ളം കെട്ടുന്നതിന് മുകളിൽ ഒരു വാഷ് ബേസിനും ഒരു വാട്ടർ കണക്ഷനും ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്ടർ കണക്ഷനല്ല, പൈപ്പിൻ്റെ കണക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നത്. നമ്മൾ മുകളിൽ ഇടയ്ക്ക് പല്ല് തേച്ചുകൊണ്ടൊക്കെ മട്ടുപ്പാവിലെ കൃഷി പരിപാലിക്കാൻ വരുമ്പോൾ പല്ല് തേക്കാനും ഒക്കെ ആയിട്ട് മുകളിൽ വാഷ് ബേസിൻ വെച്ചിരുന്നതാണിത്. അതിൻ്റെ ഗാർഡൻ ഹൗസൊക്കെ ഇനി ഫിറ്റ് ചെയ്യണം. ഇപ്പോൾ 2 എണ്ണം ഉള്ളത് കൊണ്ട് 2 മത്ത മാത്രമുള്ളത് കൊണ്ട് ചെറിയ കൊച്ചു ബക്കറ്റുണ്ട്. ആ ബക്കറ്റിലെ വെള്ളം മതിയാകും. അതുപോലെ ഡ്രമ്മൊക്കെ ടാങ്കൊക്കെ യഥേഷ്ടം വച്ചിട്ടുണ്ട്, അഡീഷണലായിട്ട് വച്ചിട്ടുണ്ട്. കാരണം എങ്ങാനും കുറച്ച് ദിവസത്തേക്ക് കറണ്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ വെള്ളം സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അതൊക്കെ വച്ചിരിക്കുന്നത്. അങ്ങനെ വെള്ളമൊഴിച്ച് അവസാനത്തെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മട്ടുപ്പാവ് കൃഷി പല വീഡിയോകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതുപോലെ നിങ്ങളും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പറയുവാനുള്ളത്. എന്തായാലും എനിക്ക് ഇഷ്ടം പോലെ മട്ടുപ്പാവ് ഏരിയ ഉണ്ട്. ഇവിടേക്ക് പല കാര്യങ്ങളും ഇനി ഉദ്ദേശിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഓടിൻ്റെ കഷ്ണം നിറച്ചത് കൊണ്ട് വെള്ളം ആ ഹോളിലൂടെ ലീക്കായി പോകുന്നത്. അപ്പോൾ എത്ര മഴ പെയ്താലും വെള്ളം അതിനകത്ത് കെട്ടിക്കിടക്കില്ല. അതാണ് ഈ ഹോൾ ഇടുന്നതിൻ്റെ പ്രത്യേകത. ഹോൾ ഇട്ടില്ലെങ്കിൽ നമ്മുടെ ചെടികളുടെ വേരുകൾ വെള്ളം കെട്ടി നിന്ന് ചീഞ്ഞു പോകുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ. തന്നെയുമല്ല, ഞാൻ വച്ചിരിക്കുന്നത് എയർ പൈപ്പ് ഹോൾ പൈപ്പ് ടെക്നോളജിയിലാണ്. അതുകൊണ്ട് ഈ വെള്ളം അങ്ങനെ ഒഴുകി നേരെ ആ പൈപ്പിലൂടെ നേരെ താഴേക്ക് പതിക്കുകയാണ്. മറ്റൊരു കാര്യം പ്രത്യേകിച്ച്, എൻ്റെ മുകളിലെ മട്ടുപ്പാവിൽ നിന്നും ഓവർഫ്ലോ ചെയ്യുന്ന വെള്ളം നേരെ ചാടുന്നത് ഈ ബക്കറ്റിലേക്കാണ്. ഈ ബക്കറ്റ് ഞാൻ വച്ചിട്ട് ഇപ്പോൾ 14 വർഷമായി. 14 വർഷത്തിന് ശേഷം 3ാമത്തെ ബക്കറ്റാണ് കേട്ടോ. അവിടെ നിന്ന് ചാടുന്ന വെള്ളം, ആ ബക്കറ്റ് നിറഞ്ഞ് കവിയുന്ന വെള്ളം വീണ്ടും നിലത്ത് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബക്കറ്റ് വച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഈ 2 ബക്കറ്റും എപ്പോഴും വെള്ളം നിറഞ്ഞിരിക്കും. ഇപ്പോൾ ഈ ചാടുന്ന വെള്ളം ഇതിനകത്ത് നിന്ന് ഒഴിച്ച വെള്ളമാണ്. ഇത് അനേകം കാക്കകളും കിളികളും മറ്റ് പല കിളികളും, പൂത്താങ്കീരി, കണ്ണയ്ക്ക എന്ന് വേണ്ട കാർമാൻ, പല വണ്ണാത്തി കിളികൾ എല്ലാം വന്ന് കുളിക്കുന്ന ഇടമാണ് ആ 2 ബക്കറ്റ്. അവർക്ക് എപ്പോഴും എൻ്റെ വീട്ടിൽ വന്നാൽ വെള്ളമുണ്ട്, യഥേഷ്ടം നല്ല വെള്ളം. അത് 1 മാസം 1.5 മാസമൊക്കെ കൂടുമ്പോൾ ഇടയ്ക്ക് കഴുകി കളഞ്ഞ് ഞാൻ ഫ്രഷാക്കി വയ്ക്കും. കാരണം അതിനകത്ത് പായൽ പിടിക്കാതിരിക്കാം. അപ്പോൾ വരുന്ന കിളികൾക്ക് മുഴുവൻ എൻ്റെ വീടിൻ്റെ മട്ടുപ്പാവിൽ വന്നാൽ എപ്പോഴും വെള്ളമുണ്ട് എന്നും കൂടെ പറഞ്ഞു. വീഡിയോ അല്പം നീണ്ടുപോയി എന്ന് എനിക്കറിയാം. എന്തായാലും ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ